2 കൊരിന്ത്യരുടെ പുസ്തകം 13-ാം അധ്യായം അതിന് ചില വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുചെല്ലാം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ധ്യാന വാക്യങ്ങളാണ് ഈ ഭാഗത്തിൽ പരാമർശിക്കപ്പെടുന്നത്. യേശു കർത്താവ് അവൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു, ഞാൻ അപ്പോൾ നിങ്ങൾക്ക് പാപത്തിന്റെ ബോധം വരുത്തി. പാപബോധം വരുത്തുക മാത്രമല്ല ചെയ്തത്, ഞാൻ നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കി. ഞാൻ രോഗത്തെ സൗഖ്യമാക്കുക മാത്രമല്ല ചെയ്തത്, നിങ്ങളുടെ മേലിരുന്ന അശുദ്ധാത്മാവിന്റെ ബന്ധനങ്ങളെയും ഞാൻ അഴിച്ചു. പാപം മാറ്റി രോഗസൗഖ്യം തന്നു, ബന്ധനങ്ങളെയും അഴിച്ചു. നിനക്ക് അനുഗ്രഹത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു ഭവനത്തെയും ഞാൻ നിനക്കായി ഒരുക്കുകയും ചെയ്തു. അവൻ നിനക്കു വേണ്ടി ക്രൂശിന്മേൽ മരിച്ചു. ആമേൻ. അവൻ ക്രൂശിന്മേൽ മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയതിനു ശേഷം മനുഷ്യൻ വീണ്ടും പാപം ചെയ്യുവാൻ തുടങ്ങി. എനിക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് മരിച്ചതെന്ന ബോധം പോലും അവനില്ലാതെയായി. എന്റെ ബലഹീന രോഗങ്ങളെ സൗഖ്യമാക്കിയെന്ന് പോലും അവൻ ചിന്തിക്കാതെയായി. ബന്ധനാത്മാക്കൾ എന്റെ കുടുംബത്തെ ബന്ധിച്ച്, എന്നെ ബന്ധിച്ച, എന്നെ നാശത്തിൽ വച്ചിരുന്നു, അതുപോലും അവന് ചിന്തിപ്പാൻ മനസ്സില്ലാതെയായി. അവൻ വീണ്ടും ദൈവസന്നിധി വിട്ട തെറ്റിൽ നിന്നും തെറ്റിലേക്ക് അകന്നുപോയി. അവിടെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ദൈവത്തിന്റെ കൃപയുടെ ആത്മാവ് എന്റെ മേൽ വസിക്കുന്നു. ആ വസിക്കപ്പെടുന്നതായ ആത്മാവ് വീണ്ടും നിങ്ങളോടുകൂടെ പറയുന്നു, നീ ഇനി പാപം ചെയ്യരുത്. ഹല്ലേലൂയ. അവൻ ഇനിയും മടങ്ങി വന്ന് നമ്മുടെ ഇടയിൽ നിന്നാൽ അവൻ ഇനി നിങ്ങളോട് ഒരു കാലവും ക്ഷമിക്കത്തില്ല. നീ രോഗിയായി തീർന്നാൽ രോഗത്തിൽ മരിക്കും. ശാപം നിന്റെ ഭവനത്തിൽ വന്ന ശാപത്തിൽ നിന്റെ ഭവനം നശിച്ചു പോകും. കാരണം 2 പ്രാവശ്യവും ഞാൻ നിങ്ങളോടുകൂടെ സുവിശേഷം പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴോ അവന്റെ ആത്മാവിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇനിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സു മാറി കടന്നു വരിക. ഹല്ലേലൂയ. ഇന്നത്തെ ഈ തിരുവചനം ഒരു പ്രവചന ശബ്ദം പോലെ നിങ്ങളിന്ന് ഏറ്റെടുക്കുക. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളോടുകൂടെ പ്രവചിക്കുന്നതായ ഒരു പ്രവചന ആത്മാവിന്റെ ശബ്ദം. ആമേൻ. അവിടെ പറയുന്നത്, ഹല്ലേലൂയ, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ മുൻപേ അന്വേഷിക്കുന്നുവല്ലോ. ഇത് ക്രിസ്തുവാണ് എന്നോടുകൂടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇനി ദോഷത്തിൽ നിന്നും ദോഷത്തിൽ വീണു പോകാതിരിപ്പാൻ, ശാപത്തിൽ നിന്നും ശാപത്തിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ, ബന്ധനത്തിൽ നിന്നും ബന്ധനത്തിൽ നീ നശിച്ചു പോകാതിരിപ്പാൻ, നീയും നിന്റെ കുടുംബവും ദൈവസന്നിധിയിൽ സമർപ്പിച്ച നീ പ്രാർത്ഥനയോടുകൂടെയായിരുന്നാൽ നിശ്ചയമായും നിന്റെ ബലഹീനതകൾ മാറി, രോഗങ്ങൾ സൗഖ്യമായി, ശാപങ്ങളെ മാറ്റി വിശുദ്ധീകരിച്ചിട്ട് ദൈവം നിങ്ങളെ ഉയർത്താനായിട്ട് പോവുകയാണ്. ഇനി നാളത്തെ ഒരു ദിവസത്തിൽ ഈ വചനം ഞാൻ കേട്ടില്ല എന്ന് ദൈവികാത്മാവിനോടുകൂടെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവികാത്മാവിനോടുകൂടെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ, ആമേൻ, ഞാനിത് മുന്നേ കേട്ടിരുന്നുവെങ്കിൽ മാനസാന്തരപ്പെടാമായിരുന്നു, വിശ്വസിക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആമേൻ. അവിടെ ഒരു 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ പരീക്ഷിക്കും. ഹല്ലേലൂയ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ്. ഞാനിപ്പോൾ എന്നോടുകൂടെ ചോദിക്കണം, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ?
വിശ്വാസത്തിൽ നിങ്ങൾ ഇരിക്കുന്നുവോ എന്ന് നാം ഓരോരുത്തരും നമ്മളോടുകൂടെ തന്നെ ചോദിക്കുക. ആമേൻ. അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എങ്കിൽ ഞാൻ വിശ്വാസത്തിലുണ്ടോ എന്ന് ഞാൻ എന്നെ തന്നെ ശോധന ചെയ്തറിയണം. നമ്മളെല്ലാവരും ആലയത്തിൽ ഇരിപ്പുണ്ട്. ഞാൻ വിശ്വാസിയാണോ? ആമേൻ. ജനത്തിന്റെ പെരുപ്പമല്ല ആലയത്തിൽ ആവശ്യം, വിശ്വാസികളുടെ ഐക്യമാണ് ഏറ്റവും ആവശ്യം. ഇന്ന് എത്ര വിശ്വാസികൾ ഐക്യത്തോടുകൂടെ ഇരിക്കുന്നു? ആമേൻ. എത്ര വിശ്വാസികൾ? ഒരു 5-10 പേരുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരാൾ കുത്തിപ്പിരിപ്പുണ്ടാക്കും. ആവശ്യമില്ലാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യും? ഐക്യതയെ നഷ്ടപ്പെടുത്തും. ഇവിടെയാണ് പറയപ്പെടുന്നത്, അശുദ്ധിയുടെ ആത്മാവ് ബുദ്ധിപൂർവേന നിന്റെ ഇടയിൽ പ്രവേശിക്കുമ്പോൾ അശുദ്ധിയുടെ ആത്മാവിനെ തിരിച്ചറിയുവാനും വിവേകത്തോടുകൂടെ നീ പ്രാർത്ഥിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഭിന്നതയുണ്ടാക്കുന്ന ആത്മാവിനെയും നിങ്ങളുടെ ഇടയിൽ നിന്നും മാറ്റപ്പെടും. കാരണം അവനെ ദൈവം അനുഗ്രഹിച്ചതവൻ മറന്നുപോയി, അവനെ കരം പിടിച്ചുയർത്തിയതവൻ മറന്നുപോയി. അവൻ രോഗിയായിരുന്നപ്പോൾ കണ്ണുനീരോടുകൂടെ അവൻ പ്രാർത്ഥിച്ചു. ആ രോഗശൈലിയിൽ നിന്ന് ദൈവം വിടുവിച്ചതവൻ മറന്നുപോയി. അവൻ കഷ്ടതയുടെയും കണ്ണുനീരിന്റെയും നടുവിൽ നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും അവസ്ഥയിലൂടെ കടന്നുപോയി. അവിടെയെല്ലാം ദൈവം വിടുവിച്ചതവൻ മറന്നുപോയി. അപ്പോൾ അവൻ പറഞ്ഞു, ഇത് എന്റെ മിടുക്കുകൊണ്ട് സംഭവിച്ചു എന്ന പിശാച് അവന്റെ ഉള്ളിൽ തോന്നിച്ചിട്ട കൂട്ടായ്മയുടെ നടുവിൽ, ഇവിടെ കൂട്ടായ്മ അല്ലെങ്കിൽ ആരാധന അല്ലെങ്കിൽ സഭയുടെ നടുവിൽ എന്തുണ്ടാക്കും? ഭിന്നതയുണ്ടാക്കും. ഭിന്നതയുണ്ടാക്കുവാൻ തക്കവണ്ണം പിശാച് ആരെയാ തിരഞ്ഞെടുക്കുന്നേ? നിന്റെ കൂടെ ചേർന്നിരിക്കുന്നവരെ തിരഞ്ഞെടുക്കട്ടോ. ഹല്ലേലൂയ. നിന്റെ കൂടെ ചേർന്ന് ഒട്ടിയിരിക്കുന്നവരെ എന്ത് ചെയ്യത്തുള്ളൂ? പിശാച് വിലക്കെടുക്കത്തുള്ളൂ. യേശുവിനോട് കൂടെ ഇരുന്ന യൂദ, 12 പേരിൽ വെച്ച് ശ്രേഷ്ഠനായ യേശു കർത്താവിനെ കണ്ടു. ഈ 12 പേരുടെ കാര്യങ്ങൾ നോക്കുന്ന വ്യക്തിയായ യൂദയെ മാറ്റി അവിടെ വരുന്നതായ സമ്പത്തുകളുടെ കണക്കുകൾ, വരവ് ചിലവ് കണക്കുകൾ ചിലവാക്കുന്നത് യൂദയെ ഏൽപ്പിച്ചു. കർത്താവ് അവൻ അത്രയ്ക്ക് വിശ്വസ്തനായിരുന്നു. എന്നാൽ ഈ യൂദയെ തന്നെ പിശാച് എന്ത് ചെയ്തു? വിലക്കെടുത്തിട്ട് യേശുവിനെ ക്രൂശിക്കുവാൻ തക്കവണ്ണം അവന്റെ വായിൽ അവന്റെ പ്രവൃത്തികൾ, ചിന്തകൾ കടന്നു വന്നിട്ട് യേശുവിനെ നശിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അല്ലയോ ദൈവ മക്കളെ, കൂട്ടായ്മയുടെ നടുവിൽ ഭിന്നതയുണ്ടാക്കുന്നത് ആരാധനയിൽ ഒന്നാമനെന്ന് പറയുന്നവൻ തന്നെയാണ്. ഹല്ലേലൂയ. അതാ കർത്താവ് പറഞ്ഞത്, നീ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളണം. പിശാച് നിന്നെ നശിപ്പിക്കുവാൻ വേണ്ടി എന്നോടുകൂടെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പത്രോസേ, ഇന്ന് കോഴി കൂകുന്നതിന് മുൻപ് നീ എന്നെ തള്ളിപ്പറയും. യേശുവിനോട് അത്രയധികം ആത്മീക വിശ്വാസമുണ്ടായിരുന്ന പത്രോസ്, യേശു കർത്താവ് പറയുന്നു, നിന്നെ നശിപ്പിക്കുവാൻ പിശാച് എന്നോടുകൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലയോ പത്രോസേ, നീ ഒരു കാര്യം ചെയ്യുക, പിശാചിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ നീ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ. ആ കർത്താവിനെയും അവൻ തള്ളിപ്പറഞ്ഞു. ഹല്ലേലൂയ. നോക്കാം, യേശുവിനോട് ചേർന്നിരുന്നവൻ ഒറ്റിക്കൊടുത്തു. യേശുവിനെ അത്രയധികം സ്നേഹിക്കുന്നവൻ എന്ന് പറഞ്ഞവൻ എന്ത് ചെയ്തു? ആമേൻ, അവനെ തള്ളിപ്പറഞ്ഞു. എനിക്ക് അവൻ അറിയത്തുപോലുമില്ല. ഹല്ലേലൂയ. അല്ലയോ ദൈവമക്കളെ, നീ വിശ്വാസിയാണ് എങ്കിൽ നിന്നോട് ചേർന്നിരിക്കുന്ന വ്യക്തിയുടെ മേൽ പിശാച് പ്രവേശിക്കരുത്. ആമേൻ. അവനെ നിന്നിൽ നിന്നും അകറ്റുന്നത് വേറൊന്നിനുമല്ല. യൂദയെ യേശുവിൽ നിന്നും അകറ്റി.
അകറ്റുക മാത്രമല്ല, അവനെ മരണത്തിന്റെ മുകളിൽ കൊണ്ടുചെന്നാക്കി. അവൻ കെട്ടിത്തൂങ്ങി മരിച്ചു. കയർ പൊട്ടി താഴെ വരിക. മരത്തിന്റെ വൃക്ഷത്തിന്റെ ചില്ലകളിൽ അവന്റെ വയറുടക്കി. അവന്റെ വയറ് നെടുകെ പിളർന്നു. കുടൽമാല പുറത്തു വന്നു. അവന്റെ കുടൽ പുറത്തു വരുന്നത് കണ്ട് മരിച്ചതായ യൂദ, അതിദാരുണമായ യൂദ. ഹല്ലേലൂയ, ആമേൻ. നിന്നോടുകൂടെ ചേർന്നിരുന്ന നിനക്കും ആലയത്തിലും വിശ്വാസികൾക്കും എതിരായി ആരെഴുന്നേൽക്കുന്നുവോ അത് നിനക്ക് വേണ്ടിയിട്ടല്ല എഴുന്നേറ്റത്. നിന്റെ മേൽ വ്യാപരിക്കുന്നതായ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നിൽ നിന്നും വേർപെട്ടു പോകുവാൻ വേണ്ടിയിട്ടാണ്. നിന്നോടുകൂടെ ചേർന്നിരുന്നവനെ വിലക്കെടുത്ത പിശാച് നശിപ്പിക്കുവാൻ വേണ്ടി ചോദിക്കുന്നത് കൊണ്ടാ ഉണർന്നിരുന്ന് നീ പ്രാർത്ഥിക്കാം. ആമേൻ. പൗലോസ് ഇവിടെ പറയുകയാണ്, നീ നിന്നെ തന്നെ ഒന്ന് ശോധന ചെയ്തിട്ട് ചിന്തിക്കാം, നീ വിശ്വാസിയാണോ? ഹല്ലേലൂയ. നീ വിശ്വാസിയാണോ? അതോ വെറും ഒരു കടമയ്ക്കായി ആലയത്തിൽ വന്നു പോകുന്നവരാണോ? എന്തുകൊണ്ടെന്നാൽ ഇത് ഏൽപ്പിക്കപ്പെട്ടതായ സുവിശേഷത്തിന്റെ സത്യമെന്ന് പറയുന്നത് കർത്താവ് നിങ്ങളോടുകൂടെ പറയുവാൻ. എന്തിനാ? നിനക്ക് മുൻപിൽ വലിയ നാശമിരിപ്പുണ്ട്, വലിയ ബലഹീനത നിനക്കുണ്ട്. നിന്നെ നശിപ്പിക്കുവാൻ പിശാച് ചോദിക്കുന്നു. അതുകൊണ്ട് നീ രാപ്പകൽ കരഞ്ഞതൊക്കെ ഒന്ന് ഓർത്തു നോക്കാം. നിന്റെ മുമ്പിൽ നാശമുണ്ടായത് നീ ഒന്ന് ഓർത്തു നോക്കാം. നീ മരണത്തിന്റെ വഴികളിൽ ഇരുന്നപ്പോൾ നീ നിലവിളിച്ചില്ലേ? ആ നിലവിളിയുടെ ശബ്ദം സ്വർഗത്തിലെത്തി. ആ സ്വർഗത്തിലെത്തപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ പിതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥത വഹിപ്പാൻ ഒരുവരെ ആക്കി. അവന്റെ മേൽ എന്റെ ആത്മാവിരുന്ന നിനക്ക് വേണ്ടി രാപ്പകൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്തു? നീ മരിച്ചു പോകാതെ ഇന്നും ജീവനോടുകൂടി ഇരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ എന്റെ മുൻപിൽ ഇരിക്കുന്നത് പിശാച് നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുക. അവനെ എനിക്ക് ഞാൻ ഒന്ന് തൊടട്ടെ. ഹല്ലേലൂയ. പക്ഷേ കർത്താവിന്റെ ആത്മാവ് അയക്കപ്പെട്ടിട്ട് നിങ്ങളോടുകൂടി രാപ്പകൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്ന് നാം ജീവനോടുകൂടെ ഇരിക്കുക. ആമേൻ. അടുത്ത ഭാഗത്തിൽ വായിക്കുന്നു, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ, നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? നിങ്ങൾ വിശ്വാസിയാണോ എന്ന് ആദ്യം ചോദിക്കും. വിശ്വാസി അല്ല എങ്കിൽ പിശാച് നിങ്ങളുടെ മേൽ വസിക്കുന്നു. നീ വിശ്വാസിയാണ് എന്ന പൂർണ്ണ ബോധം നിനക്കുണ്ട് എങ്കിൽ നിന്റെ മേൽ കർത്താവായ ക്രിസ്തുവിന്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ രണ്ട് വേർതിരിവുകൾ, വിശ്വാസിയാണോ അല്ലയോ എന്നുള്ളത് മാത്രം. ഹല്ലേലൂയ. നീ വിശ്വാസിയാണോ അല്ലയോ? നമ്മൾ തന്നെ ഒന്ന് ചോദിച്ച്, വിശ്വാസി അല്ല എങ്കിൽ നിന്നെ നശിപ്പിക്കുവാൻ പിശാച് നിന്റെ മേലിരിക്കുന്നുണ്ടോ? നീ വിശ്വാസി എന്ന് സ്വയം പറയാൻ കഴിഞ്ഞാൽ നിന്ദകളെയും അവഗണനകളെയും മാറ്റിവെച്ച്, പ്രതികൂലങ്ങളെ എല്ലാം മാറ്റിവെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കും. നീ നിൽക്കും. ആരെല്ലാം നിന്നെ വിലക്കിയാലും ശരി, ആരെല്ലാം നിന്നെ ആരാധനയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുവാൻ നോക്കിയാലും ശരി, വിശ്വാസത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുപോകുവാൻ നോക്കിയാലും ശരി, ആമേൻ, അടിയുറച്ച വിശ്വാസി ക്രിസ്തുവിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടെ അവൻ നിലനിൽക്കും. അവൻ പറഞ്ഞു, നീ എന്നിൽ വിശ്വസിച്ചാൽ നിന്റെ ചുറ്റുമിരിക്കുന്ന സകലരെയും പിശാച് വിലക്കെടുത്തിട്ട് നിന്നിൽ നിന്നും മാറ്റി ആമേൻ ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ വരും. ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുവോ? എനിക്ക് ആരുമില്ല, എനിക്ക് ആരുമില്ല എന്ന് ഒറ്റപ്പെടലുണ്ടോ? എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്റെ കുടുംബത്തിൽ എനിക്ക് ആരുമില്ല, ബന്ധുക്കളില്ല,
അപ്പനില്ല, അമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല, എല്ലാവരും ഉണ്ട് എങ്കിൽ ഒറ്റപ്പെടലിന്റെ അനുഭവത്തില്ല. ഹല്ലേലൂയ. നീ ഒറ്റപ്പെട്ടതല്ല, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി മാറ്റി നിർത്തിയതാ. ഹല്ലേലൂയ. ഇതുവരെ നിന്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. എന്തിനാ? നിന്റെ മടിശീലയിലെ കനം നോക്കിയിട്ടോ, നിന്റെ സമ്പത്തിന്റെ വരുമാനം കണ്ടിട്ടോ, നിന്റെ ജീവിതത്തിലെ ഉയർച്ച കണ്ടിട്ടോ, ഇവയെല്ലാം അപകരിച്ചു കൊണ്ടുപോയിട്ടോ നിന്നെ ഒറ്റപ്പെടുത്തി നിർത്തി. ആമേൻ. അവിടെയാണ് കർത്താവ് പറയുന്നത്, നീ ഭാരപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ കൊള്ളരുതാത്തവനല്ല എന്ന് നിങ്ങൾ അറിയും എന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കും. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജനത്തോടുകൂടെ പറഞ്ഞു, പിശാച് നിങ്ങളെല്ലാം നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുക, ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് നശിച്ചു പോകാതിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ സഭയ്ക്കകത്ത് ഉൾക്കൊള്ളുന്നതായ വിശ്വാസികൾക്ക് വേണ്ടി രാപ്പകൽ പ്രാർത്ഥിക്കാൻ ഞാൻ ഒരുക്കത്തോടുകൂടെ ഇവിടെ ഇരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ നശിച്ചു പോകുവാന്റെ സമയങ്ങൾ കഴിഞ്ഞുപോയി. വേദനയിൽ വീണ്ടു പോകേണ്ട സമയങ്ങൾ കഴിഞ്ഞുപോയി. ആമേൻ. അലമുറയിട്ട് കരയേണ്ട സമയങ്ങൾ കഴിഞ്ഞുപോയി. പിശാച് ചോദിക്കുകയാ, അവരെയും അവന്റെ കുടുംബത്തെയും ജീവിതത്തെയും ഞാൻ നശിപ്പിക്കട്ടെ. അവിടെയാണ് പൗലോസ് പറഞ്ഞത്, നിന്റെ മുൻപിൽ ഇരിക്കുന്നതായ വ്യക്തികൾക്ക് വേണ്ടി ദൈവത്തോടുകൂടെ നീ രാപ്പകൽ പ്രാർത്ഥിക്കണം. ആമേൻ. ഇന്ന് ആഴ്ചയില് 4 ദിവസം ഉപവസിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആമേൻ. അതിൻ്റെതായ ബലഹീനതകൾ ശരീരത്തിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, എന്റെ പ്രാർത്ഥന നിങ്ങളുടെ ജീവനോടുകൂടെ നിർത്തിയിരിക്കുക. ആമേൻ. ഇത് എത്ര പേര് തിരിച്ചറിയുന്നു എന്നുള്ളതല്ല. അതാ ആദ്യത്തെ ഭാഗത്തിൽ പറഞ്ഞത്, നിങ്ങൾ നശിച്ചു പോകാതിരിക്കുന്നതും നിങ്ങളുടേതായ വിശ്വാസത്തിലെല്ലാം പിശാച് നിന്നെ നശിപ്പിക്കുവാൻ നോക്കി രാപ്പകൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നീ നശിച്ചു പോകാതിരിക്കുന്നു. ആമേൻ. ചില ആൾക്കാരൊക്കെ പറയും, ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് അച്ചോ. എന്നും പ്രാർത്ഥിക്കാം, ഞാൻ നല്ല ഉപവസിക്കും, വീട്ടിലിരുന്ന് ബൈബിളൊക്കെ ഞാൻ നല്ല വായിക്കും വെച്ചു, പക്ഷേ ഇതിന്റെ കഷ്ടത മാറുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരുവനില്ല എങ്കിൽ നീ വീട്ടിൽ ഇരുന്ന് എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. വീട്ടിൽ ഇരുന്ന് എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഹല്ലേലൂയ. നിന്റെ ആത്മീക വർധനവ് വരുത്തണമെങ്കിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, നിനക്ക് വേണ്ടി മധ്യസ്ഥത വഹിപ്പാൻ ഒരുവൻ നിനക്കുണ്ടാകണം. അല്ല എങ്കിൽ നീ ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു, നീ വിശ്വാസത്തിൽ വരുന്ന ആ ദിവസം മുതൽ നിന്റെ ജീവിതത്തിൽ അനേക കഷ്ടപ്പാടുകൾ വരും, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരും. അവിടെ നിനക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വിശ്വാസത്തിൽ നിന്നും പുറത്താക്കി പിശാച് നിന്നെ നശിപ്പിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇവിടെയാണ് ദൈവത്തിന്റെ പുരോഹിതനായിരിക്കുന്ന വ്യക്തി നിനക്ക് വേണ്ടി മധ്യസ്ഥത വഹിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നത്. അവിടെ പിശാച് ആദ്യം ചോദിക്കുന്നത് ആരോടുകൂടെയാ? നീ ഇനി അവന് വേണ്ടി പ്രാർത്ഥിക്കാതെ, നീ ഇനി അവന് വേണ്ടി പ്രാർത്ഥിക്കരുത്, നീ പ്രാർത്ഥിക്കാതിരി, ഞാൻ നിനക്ക് വലിയ നന്മയെ തരാം, നിന്നെ സമ്പത്ത് കൊണ്ട് ഞാൻ ഉയർത്താം. ഇന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ, ഇന്ന വ്യക്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാതെ, പിശാച് ചോദിക്കുമ്പോൾ പിശാചിനോടുകൂടെ യുദ്ധം ചെയ്യുന്നവനത്രേ ഒരു വ്യക്തി. ഹല്ലേലൂയ. അതാണ് ഒരു പുരോഹിതൻ.
ആ പിശാചിനോടുകൂടെ അവൻ യുദ്ധം ചെയ്യുന്നു. ആമേൻ. ഇവിടെ യുദ്ധം ചെയ്ത എന്നിൽ നിന്നും അനുവാദം അല്ലെങ്കിൽ ഞാൻ കൈവിടപ്പെട്ടാൽ മാത്രമേ ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ, ഒരു ജീവനെ പിശാച് തൊടുകയും നശിപ്പിക്കുകയും ചെയ്യത്തുള്ളൂ. ഇവിടെയാണ് പിശാചിന്റെ അടുത്ത തന്ത്രം പ്രയോഗിക്കുന്നത്. പുരോഹിതൻ അവനു വേണ്ടി യുദ്ധം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പുരോഹിതന്റെ ശബ്ദം കേട്ടിട്ട് ആ ഭവനത്തിലും വ്യക്തി ജീവിതത്തിന്റെ ചുറ്റിലും പരിശുദ്ധാത്മാവിനെ കാവൽ നിർത്തി തൊടാതെ അടുത്ത പിശാച് ബുദ്ധിപൂർവേനെ നിന്നെ ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകും. എവിടെ നിന്നോ? എന്റെ പ്രാർത്ഥന വലയത്തിനുള്ളിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുപോകും. അവിടെ നീ പുരോഹിതനെതിരായി എഴുന്നേൽക്കും. സഭയ്ക്കെതിരായി നീ എഴുന്നേൽക്കും. സഭാ വിശ്വാസികൾക്കെതിരായി എഴുന്നേൽക്കും. നിന്റെ ഉള്ളം ആമേൻ സഭയെ ഓർത്ത്, പുരോഹിതനെ ഓർത്ത്, വിശ്വാസിയെ ഓർത്ത് കുറ്റം പറയുവാൻ ഇടയായി തീരുമ്പോൾ നീ ഒന്നാമതായി ചിന്തിക്കാം, നിന്നെ ഈ വലയത്തിൽ നിന്നും പിശാച് പുറത്തു കൊണ്ടുപോകുന്നതാ നിന്റെ ജീവിതത്തിൽ നല്ലതിനല്ല. ഹല്ലേലൂയ. അവിടെ നീ വലയത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പിശാച് അവന്റെ ഇഷ്ടം അവന്റെ ഭവനത്തിലേക്ക് അയക്കുകയാണ്. ആമേൻ. മക്കൾ ബലഹീനപ്പെടുന്നു. കുടുംബത്തിലെ വ്യക്തി ജീവിതങ്ങൾ ബലഹീനപ്പെടുന്നു. സമ്പത്ത് നഷ്ടപ്പെടുന്നു. ജോലികൾ നഷ്ടപ്പെടുന്നു. യാത്രകൾ, വഴികൾ ശപിക്കപ്പെട്ടതായി തീരുന്നു. പിശാച് അവനെ ബലഹീനതയുടെ നടുവിൽ ആക്കിയതിനു ശേഷം അവന് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാത്തവണ്ണം ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ അകറ്റി നിർത്തുന്നു. ഹല്ലേലൂയ. ആമേൻ. ആ ഭാഗം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ഞങ്ങൾ കൊള്ളരുതാത്തവരായി തോന്നിയിട്ടില്ല. ഞങ്ങൾ കൊള്ളരുതാത്തവർ എന്ന പോലെ ഇരുന്നാലും നിങ്ങൾ നന്മ ചെയ്യേണ്ടതിനത്രേ. സത്യത്തിന് അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായി ഞങ്ങൾക്ക് ഒന്നും കഴിവല്ല. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരും ആയിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളുടെ യഥാസ്ഥാനത്തായി തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെ ബലഹീനരായിരിക്കുന്നു എങ്കിലും ദൈവം എന്നെ ശക്തീകരിക്കുന്നത് കൊണ്ട് ആ ശക്തിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ചു നിർത്തുവാൻ ദൈവത്തോടുകൂടെ രാപ്പകൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞാൻ പല ഭവനങ്ങളിലും കടന്നു വരാറുണ്ട്. പല വ്യക്തികളോടും ചില കാര്യങ്ങളെല്ലാം മുൻകൂട്ടി പറയാറുണ്ട്. ആമേൻ. ഇത് മുൻകൂട്ടി പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അവൻ നശിക്കാൻ പോകുന്നു. അവൻ വലിയ ശാപത്തിലായി അവനെ നശിക്കാൻ പോകുന്നു. കാരണം അവൻ വിശ്വാസത്തിൽ നിന്ന് പുറത്തായി അവിശ്വാസിയായി ഇരിക്കുന്നത് കൊണ്ട് പിശാച് അവനെ നശിപ്പിക്കുവാൻ ചോദിക്കുന്നത് കൊണ്ട് നീ അവനോട് പറയണം, നീ നാശത്തിലേക്ക് പോകുന്നു, രോഗം വന്നു ഭവിപ്പാൻ പോകുന്നു, നീ കഷ്ടത്തിലായി തീരാതിരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനയിലല്ല, വിശ്വാസത്തിലല്ല, കാഴ്ചയിലല്ല ദൈവം പ്രസാദിക്കുന്നത് നിന്നെ തന്നെ സമ്പൂർണമായി വിശുദ്ധാലയത്തിൽ സമർപ്പിക്കുമ്പോൾ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ലോകത്തിന്റെ മോഹത്തിന് അടിമപ്പെട്ട, ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ തന്നിഷ്ടക്കാരായി തന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാൾ ദൈവത്തിന്റെ ആത്മാവ് പറയും, ഇനി നീ അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് വന്ന് ഭവിപ്പാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ആമേൻ. ഒരു മനുഷ്യൻ രോഗിയായിരുന്നു. വിശ്വാസികൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടുമെന്ന് മനസ്സിലാക്കിയവൻ ദൈവസന്നിധിയിൽ പറഞ്ഞു, പിതാവേ, എനിക്ക് വേണ്ടി നീ അപേക്ഷിക്കണം. ഒരു കൂട്ടം ജനതകൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി.
അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവത്തിന്റെ ആത്മാവ് അവരോടുകൂടെ പറയുന്നത്, നിങ്ങൾ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാതെ അവൻ മരണശൈലിയിലത്രേ. എന്തുകൊണ്ടെന്നാൽ അവനെ വിടുവിച്ചു, അവനെ രക്ഷിച്ചു, പരിപാലിച്ചു. പല കഷ്ടത്തിൽ നിന്ന് ഞാൻ അവനെ ഉയർത്തി. പക്ഷേ ഇനി അവന് എഴുന്നേറ്റാലും എന്ത്, അവൻ ആ വഴിക്ക് പോകത്തുള്ളൂ. അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത്, അവന് വേണ്ടി പ്രാർത്ഥിക്കരുത്. ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു ഭവനത്തില് ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ മനുഷ്യന് മക്കളില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന് വേണ്ടി ഉപവസിക്കുവാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചു. അത് ആ മനുഷ്യന് പോലും അറിയത്തില്ല. രണ്ടാമത്തെ ദിവസമായപ്പോൾ എന്റെ ഉള്ളിൽ പറയുകയാണ്, നീ ഇനി അവന് വേണ്ടി പ്രാർത്ഥിക്കാതെ. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ അവന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക. അവന്റെ സഹോദരന് മക്കളില്ല. ആമേൻ. വീണ്ടും 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ അവന് വേണ്ടിയും നീ പ്രാർത്ഥിക്കാതെ. എന്റെ പ്രാർത്ഥനകളെല്ലാം ആമേൻ ഞാൻ നിർത്തി. ആ പ്രാർത്ഥനകൾ കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ 2 വ്യക്തികൾ മരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവന്റെ 2 ഭാര്യമാരും മരിക്കുവാനിടയായി തീർന്നു. മൂത്തവന്റെയും മൂത്തവന് മരിച്ചു, സഹോദരന് മരിച്ചു. മൂത്തവന്റെ ഭാര്യയെ മരിച്ചു, സഹോദരന്റെ ഭാര്യയെ മരിച്ചു. ആമേൻ. അവിടെ പിന്നത്തേതിൽ വെളിപ്പെട്ടു വരുന്നത് ആലയത്തിലെ വിശ്വാസികൾക്കും പുരോഹിതനുമെതിരായി പ്രവർത്തിച്ചതിന്റെ ഫലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ, പിശാചിനെ നശിപ്പിക്കുവാൻ വേണ്ടി അലറുന്ന സിംഹം പോലെ ഇതാ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഓടിക്കൊണ്ടിരിക്കുന്നതായ ആമേൻ അലറുന്ന സിംഹം പോലെ അവൻ നിന്റെ അടുക്കൽ കടന്നു വരുന്നു. ആമേൻ. 2 കൊരിന്ത്യരുടെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരൽ അല്ലല്ലോ. ഹല്ലേലൂയ. സാത്താൻ നിന്നെ തോൽപ്പിക്കരുത്, അവൻ തന്ത്രരൂപേണ നിന്റെ അടുക്കൽ വന്നിട്ട് നിന്നെ നശിപ്പിക്കുവാൻ പോകുന്നു. അതുകൊണ്ട് നീ ഉണർന്നിരുന്ന പ്രാർത്ഥിക്കുക തന്നെ വേണം. 7-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് പറയുന്നതാണ്, നിങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ ഞാൻ ദൈവത്തോടുകൂടെ രാപ്പകൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ അനുഗ്രഹവാനായി എന്റെ ഭവനങ്ങളിൽ ഉറങ്ങുന്നതാ. പ്രാർത്ഥനയുടെ ഫലമാണ് യാത്രകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. പ്രാർത്ഥനയുടെ ഫലമാണ് നിനക്ക് ഐശ്വര്യവും സമ്പത്തും നിന്റെ ഭവനത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. ആമേൻ. ഈ വിശ്വാസത്തിൽ നിന്നും പുറത്താകാതിരിക്കാൻ നീ എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. 11-ാമത്തെ വാക്യത്തിൽ, തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരായിരിപ്പിൻ, സമാധാനത്തോടുകൂടെ ഇരിപ്പിൻ. എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ. പരസ്പരം ആശ്വസിപ്പിക്കണം. സ്നേഹത്തിൽ ഒരു കൂട്ടായ്മയായി വസിക്കണം. ഐക്യമത്യപ്പെട്ട വിശ്വാസത്തിൽ നിങ്ങൾ ഇരിക്കണം. സമാധാനത്തോടുകൂടെ നിങ്ങൾ ഇരുന്നിട്ട്, അടുത്ത ഭാഗത്തിൽ പറയുന്നത്, വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം നിങ്ങൾ വന്ദനം ചെയ്യുവിൻ. ഹല്ലേലൂയ. വിശുദ്ധ ചുംബനം, ഇത് ദൈവത്തോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ ആ വിശ്വാസിക്ക് മാത്രമേ ഒരുവന് വിശുദ്ധ ചുംബനം കൊടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു പരസ്പരം കണ്ടോടെ കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുത്ത് കളയരുത്. ആമേൻ. നിങ്ങളുടെ ഉള്ളിൽ വിശുദ്ധം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആ വിശുദ്ധിയുടെ ചുംബനമാണ് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഏക മനസ്സിന്റെ അടയാളം. ഹല്ലേലൂയ. എന്നാൽ യൂദയും ചുംബിച്ചു. യൂദയുടെ ചുംബനം എങ്ങനെ വിശുദ്ധിയോടല്ലായിരുന്നു.
അവന്റെ ചുംബനം അവനെ നശിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ കർത്താവും അവനെ ചുംബിച്ചു. കർത്താവിന്റെ ചുംബനമോ ഏക മനസ്സിന്റെ ഐക്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഹല്ലേലൂയ. ചുംബിക്കുന്നവന്റെ ഉള്ളത്തെ നീ തിരിച്ചറിയണം. തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നിന്നെ ചുംബിക്കുന്നവൻ തന്നെ നിന്നെ നശിപ്പിക്കുകയും ചെയ്യും. നിന്നെ മാനസികമായി തകർക്കും, ശാരീരികമായി തകർക്കും, ആത്മീയമായി തകർക്കും, ജീവനെയും നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് നീ ഐക്യമത്യപ്പെട്ട് ഒരു മനസ്സോടുകൂടെ ഇരുന്നാൽ, കർത്താവിനോടുകൂടെ ചേർന്നിരുന്നാൽ വിശുദ്ധ ചുംബനം നീ കൊടുക്കണം. അതാ നിന്റെ ഉള്ളിൽ നിന്ന് കടന്നു വരുന്നത് ഒരുവന്റെയും നാശത്തിനായിരിക്കരുത്. ഹല്ലേലൂയ. നീ കൊടുക്കുന്നതായ ചുംബനം, ആമേൻ. കർത്താവ് പറഞ്ഞു, ഞാൻ ക്രൂശിനെ ചുംബിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സകലവിധമായിരിക്കുന്ന അനീതികളെയും ഞാൻ സ്വീകരിച്ചുകൊണ്ട് ഈ ചുംബനം ഞാൻ ക്രൂശിന്റെ മേൽ സമർപ്പിച്ചതിലൂടെ നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധന്മാരായി തീർന്നതുപോലെ ഈ ചുംബനം നീ ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ ആ ചുംബനം അവർക്ക് വിശുദ്ധമായി തീരുവാൻ തക്കവണ്ണം നിന്റെ ഉള്ളം എന്റെ മനസ്സിനോടുകൂടെ ചേർന്നിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ മനസ്സിനോടുകൂടെ ചേർന്നിരിക്കുമ്പോഴാണ് യാഥാർത്ഥ്യത്തിൽ ദൈവസ്നേഹം വെളിപ്പെടുന്നത്. ആമേൻ. 13-ാം വാക്യത്തിൽ വിശുദ്ധന്മാരെല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുകയും ചെയ്യും. ആമേൻ. വിശുദ്ധന്മാരെന്ത് ചെയ്യും? നിനക്ക് വന്ദനം ചെയ്ത നിന്നെ മാറോടുകൂടെ ചേർത്ത് പിടിക്കും. 2 കൊരിന്ത്യരുടെ പുസ്തകം, ആമേൻ, 1 മുതൽ 2 കൊരിന്ത്യരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ തുടർന്നുള്ള ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, ഒരു പുരോഹിതൻ നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുവാൻ ഇടവരുത്തരുക. ഹല്ലേലൂയ. ഒരു പുരോഹിതൻ നിങ്ങളെ ഓർത്ത് ദുഃഖിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും കോപം കടന്നു വരും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഒരു പുരോഹിതൻ അവന്റെ ഉള്ളിൽ ദുഃഖമുണ്ടായാലും കണ്ണുനീരുണ്ടായാലും വേദന ഉണ്ടായാലും ശരി, ദൈവം ഏൽപ്പിച്ചവന്റെ ഭവനത്തിൽ അവൻ കടന്നു ചെല്ലും. അവനോടുകൂടെ ക്ഷമിക്കും. അവനോടുകൂടെ ക്ഷമിച്ചിട്ട് ഐക്യമത്യപ്പെട്ട ഭവനത്തിനു വേണ്ടി അവൻ പ്രാർത്ഥിക്കും. എങ്കിലും അവനെ അവിശ്വസിക്കുന്നതായ വ്യക്തികൾ അവനെ ഉൾക്കൊള്ളാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇനി നീ ആ ഭവനത്തിൽ പ്രവേശിക്കാതെ, ആ വ്യക്തിയോടുകൂടെ നീ സംസാരിക്കാതെ. ഹല്ലേലൂയ. ആ ഭാഗത്തിൽ പറയുന്ന ഒന്നുണ്ട്, പുരോഹിതൻ ദുഃഖിച്ചാൽ ദുഃഖിക്കപ്പെടുന്ന വ്യക്തി ശാപമായി തീരും. ആ ശാപം അവന് വന്നു ഭവിക്കാതിരിക്കാൻ പുരോഹിതനായിരിക്കുന്ന ഞാൻ ദുഃഖം മറന്നിട്ട് എല്ലാവരോടും ഏക മനസ്സോടും ഏക വിശ്വാസത്തോടുകൂടെ ഞാൻ പ്രാർത്ഥിപ്പാനിടയായി തീരും. വീണ്ടും അവിടെ ഒന്ന് പറയും, ആമേൻ. അല്ലയോ പുരോഹിത, നിന്റെ വിശ്വാസ നശിച്ചു പോകുന്നത് കണ്ടാൽ വാക്കിനാൽ നീ ക്ഷമിക്കാനും മറന്നു പോകരുത്. അവനോട് ക്ഷമ ചോദിക്കാൻ നീ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. കാരണം ഒരു പുരോഹിതൻ കൈവിടപ്പെട്ടാൽ ആ മനുഷ്യന്റെ ജീവിതം വേദനയിലായിത്തീരുന്നു. ആമേൻ. അവിടെ 10-ാം വാക്യത്തിൽ, 2-ാം അധ്യായം, ആമേൻ, 10-ാം വാക്യത്തിൽ, നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവരോട് ഞാൻ ക്ഷമിക്കും, എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിന്റെ സന്നിധിയിൽ ക്ഷമിച്ചിരിക്കുന്നു. ആമേൻ. 7-ാം വാക്യത്തിൽ പറയുന്നു, അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോടുകൂടെ ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണം. അതുകൊണ്ട് നിങ്ങൾ സ്നേഹം അവനിൽ ഉറപ്പിച്ചു കൊടുപ്പീൻ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പൗലോസിനോടുകൂടെ കർത്താവ് പറയുന്നു, ആമേൻ, അവൻ ദുഃഖത്തിൽ നശിച്ചു പോകാതിരിക്കാൻ. ആര്? നിന്റെ മുൻപിലിരിക്കുന്നതായ വിശ്വാസി അകന്നുപോയി അവൻ ദുഃഖത്തിൽ നശിക്കാതിരിക്കേണ്ടതിന് നീ അവനോടുകൂടെ ക്ഷമിക്കണം. അവനോടുകൂടെ ക്ഷമ ചോദിക്കണം.
ഹല്ലേലൂയ. കാരണം എന്തുകൊണ്ടെന്നാൽ പിശാച് അവനെ നശിപ്പിക്കുവാൻ വേണ്ടി നിന്നിൽ നിന്നും അകറ്റി കൊണ്ടുപോകുന്നു, സഭയിൽ നിന്ന് അകറ്റി കൊണ്ടുപോകുന്നു, വിശ്വാസത്തിൽ നിന്നും അകറ്റി കൊണ്ടുപോകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ അവനോടുകൂടെ ക്ഷമിച്ചിട്ട്, അവനോട് ക്ഷമ ചോദിച്ചിട്ട് നീ അവനെ എന്ത് ചെയ്യണം? ദൈവാലയത്തിൽ നീ വീണ്ടും എന്ത് ചെയ്യണം? കൂട്ടിക്കൊണ്ടുവന്ന് നീ ഇരുത്തണം. ആമേൻ. അവനോടുകൂടെ ക്ഷമിക്കുകയും തന്നെ വേണ്ടത്. നിങ്ങളുടെ സ്നേഹം വീണ്ടും ഒന്നുകൂടെ അവന് ഉറപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് മാനുഷിക സ്നേഹത്തിലല്ല. പൗലോസ് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിച്ചത്, നിന്നെ ഞാൻ ചുംബിച്ചത്, നിന്നെ ഞാൻ കരസ്പർശം ചെയ്തത് സ്വർഗീയ ആത്മാവിന്റെ ശക്തിയായി. ഹല്ലേലൂയ. മാനുഷിക ഇഷ്ടങ്ങൾ നിന്നു പോകും, സ്വർഗീയ ഇഷ്ടങ്ങൾ നിന്നു പോകത്തില്ല. ആ സ്വർഗീയ ശക്തി എന്റെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെ വിശുദ്ധ ചുംബനത്താൽ വീണ്ടും എന്റെ ദുഃഖങ്ങളെ മറന്നിട്ട് ഞാനിതാ നിന്നെ ക്ഷണിക്കുകയാണ്. ആമേൻ, ആമേൻ. അതിന്റെ 15-ാം വാക്യത്തിൽ, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിലും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ആമേൻ. മരണത്തിൽ നിന്നും മരണത്തിലേക്കും, ആമേൻ, വാസന അവർക്ക് ജീവനിൽ നിന്നും ജീവനിലേക്കും വാസന തന്നെ. എന്നാൽ ഇതിന് ആർ പ്രാപ്തൻ? ഞങ്ങൾ ദൈവവചനത്താൽ കൂട്ടുചേർന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന്റെ വചനത്തിൽ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളോടുകൂടെ ക്ഷമിക്കാതിരുന്നാൽ നിങ്ങൾക്ക് മരണം, ഞാൻ നിങ്ങളോടുകൂടെ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് ജീവൻ. ജീവനിലും മരണത്തിലും നീ കടന്നു പോകാതിരിക്കേണ്ടതിനാ ജീവന്റെ ക്രിസ്തുവായിരിക്കുന്ന ക്രിസ്തുവിനോടുകൂടെ ചേർന്നിട്ടാ ഞാൻ സകലതും സഹിച്ചിട്ടോ ക്ഷമിച്ചിട്ടോ നിന്നെ വീണ്ടും ഞാൻ ദൈവസന്നിധിയിൽ ഉറപ്പിക്കുവാനായി നോക്കുന്നു. ആമേൻ. വീണ്ടും 9-ാം അധ്യായത്തിൽ ആമേൻ 6-ാം വാക്യത്തിൽ പറയുന്നു, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളിൻ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. 12-ാം വാക്യം മുതൽ വീണ്ടും പറയപ്പെടുന്നത്, ഈ നടത്തുന്നതായ ധർമ്മശേഖരണം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കേണ്ടതിനാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി രാപ്പകൽ പ്രാർത്ഥിക്കുന്നതായ ഒരു വ്യക്തിയുടെ ബുദ്ധിമുട്ട് തീർക്കേണ്ടത് വിശ്വാസികളുടെ കടമ. ഹല്ലേലൂയ. ആമേൻ. നമുക്കിന്നറിയാം, ഞാനിന്ന് ഇവിടെ ഈ സഭയിൽ നമ്മളെ പള്ളി പണി നടക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് ആരെങ്കിലും ഒക്കെ സമ്പത്ത് തന്നാൽ എല്ലാവരും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആരുടെ പേരും പറഞ്ഞ് ഞാൻ എടുത്തു പറയത്തില്ല. ഹല്ലേലൂയ. ഞാൻ ആരുടെ പേരും എടുത്തു പറയത്തില്ല. ദൈവത്തോടു കൂടെ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആമേൻ. നീ കൊടുക്കുന്നത് ഞാനും ദൈവവും മാത്രം അറിഞ്ഞാൽ മതി. അതാണ് ഇവിടെ പറഞ്ഞത്. നീ കുറച്ചു കൊടുത്താൽ നീ കുറച്ചേ കൊയ്യത്തുള്ളൂ. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. ധാരാളമായി കൊടുക്കുന്നവൻ ധാരാളമായി അനുഗ്രഹിക്കപ്പെടും. എന്നാൽ നീ ശേഖരിക്കുന്നതായ ഈ സമ്പത്ത്, ആമേൻ, വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കേണ്ടതിനാകുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്റെയും എന്റെ കുടുംബത്തിന്റെയും, ആമേൻ, ഒരാഴ്ച വിട്ട കാലം എന്നെ നടത്തുന്നതായ ദൈവത്തിന് ഞാൻ സ്തോത്രം പറയുമ്പോൾ എന്റെ ഭവനത്തിലെ ബുദ്ധിമുട്ടുകൾ തീർക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഒരു വിശ്വാസി തന്നെയാണ്. ഇതാണ് അവിടെ പറയുന്നത്. ആമേൻ. 12-ാം വാക്യത്തിൽ പറയുന്നത്, നീ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതുമല്ലാതെ ദൈവത്തിന്റെ അനവധി സ്തോത്രം വരുവാനും കാരണം ആകുന്നു. ഈ സഹായത്താൽ തെളിയുന്നത് സിദ്ധത ഹേതുവായി ക്രിസ്തുവിന്റെ സുവിശേഷമത്രേ. ഹല്ലേലൂയ. ആമേൻ. നീ ഒരു പുരോഹിതന്റെ ബുദ്ധിമുട്ടുകൾ തീർക്കുന്നവനായിരിക്കണം.